ഹലോ എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നുണ്ടല്ലോ ഞാനും അമ്മയും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ ഒരു കുട്ടി ഡേ ഔട്ട്, എൻ്റെ അമ്മയുടെ ഒരു കുട്ടി ഡേ ഔട്ടാണ് കേട്ടോ. അപ്പൊ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാവിലെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഗീ മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഗീ ഒക്കെ നിറച്ചും ഇട്ടേക്കുന്ന ഒരു മസാല ദോശയാണ് കേട്ടോ. അപ്പം അമ്മയൊക്കെ കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഓ, അടിപൊളി മസാല ദോശ, സൂപ്പർ. എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതും നല്ല ചൂടോടെ കഴിക്കണം, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലേ. നമ്മൾ വാങ്ങിച്ച് കഴിക്കുവാണെങ്കിൽ മീൻസ് പാഴ്സലായിട്ട് വാങ്ങിച്ച് കഴിക്കുവാണെങ്കിൽ ഇത്രയും ടേസ്റ്റ് വരത്തില്ല. പക്ഷെ അവിടെ പോയി ഇരുന്ന് ആ ചൂടോടെ കഴിക്കുമ്പോൾ അടിപൊളിയാണല്ലേ. അതിൻ്റെ കൂടെ നല്ല ഫിൽറ്റർ കോഫി, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വന്ന ഫിൽറ്റർ കോഫി കുടിക്കണം കേട്ടോ. കാരണം അവിടുത്തെ കോഫി കുറച്ചുകൂടെ നന്നായിരിക്കും. നല്ല അടിപൊളി കോഫി ആയിരുന്നു കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൂപ്പർ കോഫി. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഗോകുൽ ഊട്ടുപുരയിലാണ് കേട്ടോ, നമ്മുടെ എടപ്പള്ളി ബൈപ്പാസിലുള്ള ഗോകുൽ ഊട്ടുപുര. അപ്പം അതിനുശേഷം ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലോട്ട് പോയി കേട്ടോ. അതായത് സെൻറ്റ് ജോർജ് പള്ളിയാണ് കേട്ടോ അത്. എന്തൊരു ഭംഗിയാണെന്നറിയോ പള്ളി കാണാൻ, പുറമേന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞങ്ങൾ ആലപ്പുഴയിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് വന്നതിന് ശേഷം ഈ പള്ളിയിലോട്ട് നമ്മൾ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്നല്ലാതെ അകത്തോട്ട് ഇങ്ങനെ കയറിയിട്ടില്ല. അപ്പം ഒരു പ്രാവശ്യം കൊണ്ട് കയറിയിട്ടുള്ളൂ. അപ്പം ഇപ്രാവശ്യം ഒന്ന് വന്ന് ആ പള്ളിയിൽ കയറി ഒന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം കുറച്ചൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. കാരണം നമുക്ക് പള്ളിയുടെ അകത്ത് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം പുറത്തു നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്ത് രസമായിരുന്നു. കാരണം മീൻസ് അവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ, പോസിറ്റീവ് വൈബ് അടിക്കുന്നുണ്ടായിരുന്നു. ആ വാക്ക് വേയിലൂടെ ഇങ്ങനെ നടന്ന് കയറുമ്പോഴും ഒക്കെ ഭയങ്കര എന്താ പറയുക, അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ ഫുൾ ഇങ്ങനെ നിറച്ചും ചെടികളും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ആംബിയൻസും കൊള്ളായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് പതുക്കെ അകത്തോട്ട് കയറാമല്ലേ. അപ്പം നമ്മളിങ്ങനെ അകത്തോട്ട് ജസ്റ്റ് ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ, കാരണം നമുക്ക് അകത്ത് ഫോട്ടോയും വീഡിയോ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ മുകളിൽ കുറേ ഇങ്ങനെ കൊത്തുപണികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിങ്ങനെ എടുത്താണ് കേട്ടോ, കുറേ കൊത്തുപണികളും കാര്യങ്ങളും. ഇനി പിന്നെ ഞങ്ങൾ അകത്ത് പോയി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കട്ടെ കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിലോട്ട് വന്നിട്ടോ. കുറച്ച് സാധനങ്ങളും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലുലുവിലോട്ട് വന്നു. അപ്പോൾ ലഞ്ച് കഴിച്ചില്ല, ലഞ്ചും വൈകുന്നേരത്തെ എല്ലാം കൂടെ ഒരുമിച്ചാക്കി ഞങ്ങൾ ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പം 4 മണിയൊക്കെ അടുപ്പിച്ചാവാറായി. അപ്പം ഞാനൊരു കോൾഡ് കോഫിയും, സ്ഥിരം കോൾഡ് കോഫിയും, അമ്മ ഒരു മസാല ടീ ആണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കോൾഡ് കോഫി കുടിച്ചു. നല്ല സ്ട്രോങ് കോഫിയായിരുന്നു, നല്ല സ്ട്രോങ് കോൾഡ് കോഫിയായിരുന്നു. സാധാരണ കോൾഡ് കോഫി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് മധുരം കൂടുതലായിട്ടുള്ളൊരു കോഫി ഇങ്ങനെ തരാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല ടേസ്റ്റുള്ള കോൾഡ് കോഫിയായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി സ്ട്രിപ്സും പിന്നെ റാപ്പും ആണ് കേട്ടോ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് ക്രഞ്ചി ചിക്കൻ റാപ്പും ക്രിസ്പി സ്ട്രിപ്സും ആണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച് കം ഈവനിങ് സ്നാക്ക് എന്ന് പറയാനായിട്ട്. നല്ല ക്രിസ്പി സ്ട്രിപ്സ് ആണ് ടേസ്റ്റും ഉണ്ട്, നന്നായിട്ടുണ്ട്. നമ്മൾ കടിക്കുമ്പോൾ തന്നെ ആ ക്രഞ്ചിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നും പറഞ്ഞിട്ട് അകം ഭയങ്കര ഡ്രൈ ഒന്നുമല്ല, അകവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു സ്നാക്കാണ്. ഇത് ക്രിസ്പി ചിക്കൻ റാപ്പാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എന്താണ് സവോള ആണ്, പിന്നെ ലെറ്റസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ ഇവിടെ കാണാൻ പറ്റും. കഴിച്ചു നോക്കാം.
ഒരു ബേസിക് ആയിട്ടുള്ളൊരു റാപ്പ്. ടൊമാറ്റോയും അനിയൻസും എല്ലാം വെച്ചിട്ടൊരു റാപ്പ്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നല്ല. അതിന്റെ കൂടെ കോൾഡ് കോഫി. കോൾഡ് കോഫി അടിപൊളിയായിട്ടാണ്, കൊള്ളാം. ഈ സ്ട്രിപ്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്ട്രിപ്സ് ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. റമദാൻ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഒരു കാറിൻ്റെ ഒരു എക്സ്പോ എന്തോ നടക്കുമായിരുന്നു. അപ്പം അതിൻ്റെയും കുറേ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡിന്നർ ടൈമായി. എന്നിട്ട് ഡിന്നറിന് ഞങ്ങൾ പൊറോട്ടയും പിന്നെ അച്ചായും ചിക്കൻ കറിയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അപ്പോൾ ഞങ്ങളിപ്പം ഇരിക്കുന്നത് പാരഗൺ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ, നമ്മുടെ ലുലുവിൽ സെക്കൻഡ് ഫ്ലോറിലുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് പാരഗണിലാണ് കേട്ടോ. അപ്പം പൊറോട്ടയും പിന്നെ നല്ല നാടൻ അച്ചായും ചിക്കൻ കറി അതാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കുറച്ച് ചിക്കനും ഗ്രേവിയും ഒക്കെ ഇട്ട് ഭയങ്കര ചൂട്, ആവി വേറത് നല്ല ചൂടാണ്. പൊറോട്ടയ്ക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ കണ്ടു. പക്ഷെ കറിക്ക് ഭയങ്കര ചൂടാണ്. കൈ കൊള്ളുന്നുണ്ട് ചെറുതായിട്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പൊറോട്ടയും കൊള്ളാം. അത്യാവശ്യം എരിവുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ, കൊള്ളാം. അപ്പോ അമ്മയും ഞാനുമായിട്ട് ഒരു ഡേ ഔട്ട് ഇപ്പൊ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ചൊക്കെ കറങ്ങി, എന്താ പറയുക, കുറച്ച് ഹൈപ്പറിലൊക്കെ പോയി കുറച്ച് കറങ്ങിയിട്ട്. പക്ഷെ ഹൈപ്പറിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ടാണ് ഹൈപ്പറിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.